ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആയാലോ? ഗൈസ് കറണ്ട് രാവിലെ തന്നെ പോയതാണ്. ഗൈസ് ഇവിടെ രാവിലെ തൊട്ട് കറണ്ട് ഇല്ല ഗൈസ്. ചൂടായിട്ട് നമ്മൾ വൈകിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം ഗൈസ്. ആദ്യം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാം. ഇവിടെ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ചെടി എൻ്റെ ഉമ്മി വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കാൻ ഇഷ്ടംപോലെ സമയം വേണം. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന? ഓരോരുത്തരുടെ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ എടുത്തോണ്ട് വരും. ഇനി നമുക്ക് സൈക്കിൾ ഓട്ടാൻ പോവാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് സൈക്കിൾ ഓട്ടാൻ. പിന്നെ നമുക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അത് സൈക്കിൾ ഓട്ട് കഴിഞ്ഞിട്ട് മതി. അതങ്ങനല്ലേ പറയൂ. ഇതിലും വലിയ ബന്ധബുദ്ധി ഞാൻ കണ്ടിട്ടില്ല. ആലിത്തുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വേപ്പില കണ്ടിട്ട് മൈലാഞ്ചിയാന്ന് പറഞ്ഞ മൈലാഞ്ചിയല്ല കറിവേപ്പിലയാന്ന് പറഞ്ഞത്. മൈലാഞ്ചിയില കറിവേപ്പിലയാണെന്നും വേപ്പില മൈലാഞ്ചിയിലാണെന്നും പറഞ്ഞ മഹതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് തിരിച്ച് കണ്ണൂര് പോയി ഗൈസ്. ആലി തിരിച്ച് കണ്ണൂര് പോയി ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം ആലിയുടെ പൊട്ടത്തരങ്ങളായിരുന്നു. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? സൈക്കിൾ ഓട്ടാ. സൈക്കിൾ ഓട്ടാ. രാവിലെ തൊട്ട് ഇങ്ങനെ വീശി വീശിയിരിക്കും. കാപ്പി കുടിച്ചിട്ട് എവിടെ പോവാം? സൈക്കിൾ ഓട്ടാൻ പോവാം. ഈ സൈക്കിൾ ഹെർക്കുലിസ് റാലിയ. അമ്മ എന്നെ ലോഡ് ഇരുത്താൻ പോവാണ് ഗൈസ്. സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ, നിനക്ക് അങ്ങനെ മനസ്സിലായി? കൊറേ മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ മാവിൻ്റെ ശീകരങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ കണ്ടത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അടുത്ത പരിപാടി എന്താ? മാങ്ങ തപ്പല്. ഇങ്ങനെയുണ്ട് ഗൈസ്, നമുക്ക് മാങ്ങ പറക്കിയെടുക്കാം. പച്ചുറുമ്പുണ്ട്, പച്ചുറുമ്പ്. കുക്ക് വന്നിരിക്കുകയാണ്. ഇനി കൂട്ടത്തോടെ മാങ്ങ തിരച്ചിലായിരിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഐസ വന്നിട്ടുണ്ട്. ഇന്നെന്തായാലും ആൾ വെറൈറ്റി ലുക്കൊക്കെ പിടിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ ചിരിക്കാൻ പറഞ്ഞപ്പം നല്ലപോലെ ചിരിച്ച് കാണിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മളെ ആരെങ്കിലും കണ്ടാൽ നമ്മുടെ ഒക്കെ തീറിയിരിക്കാതെ ഇവക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെയാണ് ഞാൻ ഇവളെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇനി കുറച്ച് നേരം നമ്മുടെ ഒക്കത്തായിരിക്കും ഇരിക്കുന്നത്. ഒന്ന് ടാറ്റ കാണിക്കാൻ പറഞ്ഞപ്പം ആദ്യം ചാടിയിട്ടെങ്കിലും പിന്നെ ഒരട്ടം ടാറ്റ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും തലയിൽ 2 കൊമ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞതേ കുഞ്ഞാറ്റയുടെ അടുത്തോട്ടായിട്ടുണ്ട് അവൾ. കുഞ്ഞാറ്റ വേണം കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ടിരിക്കാൻ. അപ്പോഴേക്കും എന്തേ പ്രതീക്ഷിക്കാതെ കുഞ്ഞാറ്റയുടെ അച്ഛൻ നമുക്കെല്ലാവർക്കും എന്തേ ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അയ്യോ അതുകൊണ്ടൊന്നുമല്ല, ആരെങ്കിലും തലയ്ക്ക് വെളിവുണ്ടോ ഉണ്ടാക്കി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. താങ്ക് യു. ഇത്ര നേരം എല്ലാവരെയും മടിയിലിരുന്ന ആൾ ഐസ്ക്രീം കിട്ടിയപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് മേടിച്ചിട്ട് പറഞ്ഞ് തലയ്ക്ക് വെളിവില്ലാത്തവരുടെയൊക്കെ തലയ്ക്ക് തണുപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്കും. തലയ്ക്ക് വെളിവ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പൈസ ഒന്നും നോക്കിയിട്ടില്ല, ആവശ്യത്തിന് മേടിച്ചു കൊടുക്കില്ല. വീണ്ടും നിങ്ങളോ? എന്താ പറയാ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ. പിന്നെ നമ്മൾ ഡാൻസ് കളിക്കാനുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ അയൽക്കാരെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. കുഞ്ഞാറ്റയുടെ അച്ഛൻ പിന്നെ ആരും ഊക്കാൻ കിട്ടുന്ന അവസരം വെറുതെ വിടാറില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും അവിടെ ഇങ്ങനെ അധികം ബോറടിക്കാറുമില്ല. ഡി ഐഫോണാന്നും പറഞ്ഞാണോ നീ അവനത് മേടിച്ചു കൊടുത്തേ? ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഐഫോൺ കൊള്ളാവോ? സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ധൂമിച്ചാലൊക്കെ കേൾക്കുന്ന ഐഫോണിനകത്ത് പുതിയ അപ്ഡേഷൻ. എത്ര പ്രോ മാക്സ്? 7 പ്രോ മാക്സ്. 20 പ്രോ മാക്സ് കൊള്ളാം. എവനാള് കൊള്ളാം. പ്രോ മാക്സ്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഇത് കഴിഞ്ഞ് സൈക്കിൾ ഓട്ടാൻ പോകാൻ കാത്തിരിക്കുമായിരുന്നു. 5ാം ക്ലാസ്സിലെ സൈക്കിൾ അതൊക്കെ പുരാതന വസ്തുവാ. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പുരാതന വസ്തു പറയേ. അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടുക. നമ്മൾ വീട്ടിൽ ഈ ഒരു ടൈം ആകുമ്പോഴാണ് സൈക്കിളായിട്ട് ഇറങ്ങുന്നത്. അതാകുമ്പോൾ നല്ല തണുത്ത കാറ്റും കിട്ടും. പിന്നെ അതെ റോഡിൽ അധികം ഇങ്ങനെ തിരക്കും കാണാറില്ല. നല്ല മഴക്കോളുണ്ട് ഗൈസ്. തണുത്ത കാറ്റുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.